അതെ, സാധാരണ നമ്മൾ ഷാമ്പു തലയിലാണ് അപ്ലൈ ചെയ്യാറ്. എന്നാൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഷാമ്പു ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന വേറെ കുറച്ച് നല്ല നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്പുകളെന്ന് കണ്ടു നോക്കാം. നമ്മൾ വീട്ടിൽ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന ദിവസം മൊത്തത്തിൽ കിച്ചണിലും അതേപോലെ തന്നെ ഹാളിലൊക്കെ മീനിൻ്റെ ഒരു സ്മെല്ല് തങ്ങി നിൽക്കും. പ്രത്യേകിച്ച് ഈ നെയ്ച്ചാളൊക്കെ ആണെങ്കിൽ ആ മണം പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിൽ നല്ലൊരു സുഗന്ധം കിട്ടാനായിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം സ്റ്റൗവിലേക്ക് വെക്കുക. എന്നിട്ട് കുറച്ച് ഷാമ്പു ചേർത്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തിളക്കുമ്പോൾ തന്നെ കിച്ചണിൽ നിന്നുള്ള ബാഡ് സ്മെല്ലൊക്കെ പൊക്കോളും. അതേപോലെ തന്നെ ഹാളിലൊക്കെ നല്ല ഒരു സുഗന്ധം കിട്ടാനും നല്ലതാണ്. അപ്പോൾ നല്ല സ്മെല്ലുള്ള ഷാമ്പു ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു സ്മെല്ലായിരിക്കും നമ്മുടെ വീടിനുള്ളിൽ മൊത്തം. പിന്നെ നമുക്ക് ഈ വെള്ളം കൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ തിളപ്പിച്ച് വെച്ചാൽ മുഴുവൻ വെള്ളവും ഞാൻ എടുക്കുന്നില്ല, കുറച്ച് വെള്ളം മാത്രം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് കൂടിയാണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം. രാത്രി സമയത്തായിരിക്കും പല്ലി, പാറ്റ, ഉറുമ്പൊക്കെ നമ്മുടെ കിച്ചൺ സ്ലാബിലൂടെ ഓടി നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രാണികളുടെയൊക്കെ ശല്യം മാറ്റാനായിട്ട് ഈ വെള്ളം ഇതേപോലെ കിച്ചൺ സ്ലാബിലേക്ക് കുറച്ചൊന്ന് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. കുക്കിങ് കഴിയുമ്പോൾ നമുക്കറിയാലോ സ്ലാബിൽ എണ്ണമെഴുക്കും അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അഴുക്കും മെഴുക്കൊക്കെ പെട്ടെന്ന് പോകാനായിട്ടും ഈ ഒരു ലിക്വിഡ് നല്ലതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഴുക്കും മെഴുക്കൊക്കെ പോയിട്ട് നല്ല ഒരു സ്മെല്ലും കൂടി കിട്ടും. ചില വീടുകളിലേക്ക് നമ്മൾ മെയിൻ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ട്. അത് കൂടുതലായിട്ടും ഈ ഡൈനിങ് ടേബിളിൽ നിന്നൊക്കെ വരുന്ന ബാഡ് സ്മെല്ലാണ്. അപ്പോൾ ആ ഡൈനിങ് ടേബിൾ സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ച് തുടക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ച് തുടക്കുന്നതാണ്. ഡൈനിങ് ടേബിൾ നല്ല ഒരു തിളക്കത്തിൽ കിട്ടും. അതുപോലെ തന്നെയാണ് ഗ്യാസ് സ്റ്റൗ. കുക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രത്യേകിച്ച് മീനൊക്കെ പൊരിച്ച് കഴിയുമ്പോൾ നല്ലപോലെ എണ്ണമെഴുക്ക് ഉണ്ടാവും. അപ്പോൾ എണ്ണമെഴുക്കൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് വളരെ നല്ല ഒരു സൊല്യൂഷനാണിത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ അഴുക്കും മെഴുക്കും പോയിട്ട് നല്ലൊരു തിളക്കം കിട്ടും. ബാത്റൂമിലെ മിററായിരിക്കും ഏറ്റവും പെട്ടെന്ന് വൃത്തികേടാവുന്നത്. കാരണം സോപ്പിൻ്റെ ആ ഒരു പതയൊക്കെ തെറിച്ച് ഒരു വെള്ള പാടുണ്ടാവും. ആ പാടൊക്കെ മാറി പെട്ടെന്ന് തന്നെ മിററിന് നല്ലൊരു തിളക്കം കിട്ടുന്നതിനായിട്ട് ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് തുടച്ചാൽ മതി. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ സീവിൻ്റെ ഭാഗത്ത് നിന്ന് ബാഡ് സ്മെല്ലൊക്കെ വരുന്നുണ്ടെങ്കിൽ സീവിൻ്റെ ഭാഗത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. രാത്രിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രാവിലെ വരുമ്പോൾ നല്ലൊരു സുഗന്ധമായിരിക്കും ടോയ്ലറ്റിനുള്ളിൽ. സ്റ്റീലിൻ്റെ ടാപ്പിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോകാനായിട്ടും ഈ ലിക്വിഡ് നല്ലതാണ്. അപ്പോൾ ഞാൻ ടാപ്പിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ കഴുകുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനും ആവും. അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കൂടി കിട്ടും. അപ്പോൾ അതേ നോക്കി അടിപൊളിയായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ടോയ്ലറ്റിൽ നിന്നുള്ള ബാഡ് സ്മെല്ല് പെട്ടെന്ന് മാറ്റാനായിട്ട് ഫ്ലഷൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമുക്ക് ബാത്റൂമിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഫ്ലഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ടോയ്ലറ്റിനുള്ളിൽ നല്ല ഒരു സുഗന്ധം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ടോയ്ലറ്റും അതേപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ പുറത്തിട്ടിരിക്കുന്ന മാറ്റിലൊക്കെ ആണെങ്കിൽ നനവ് കൊണ്ട് ചിലപ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്മെല്ല് മാറ്റാനും ഇതേപോലെ ഒരല്പം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ലിക്വിഡായിട്ടൊക്കെ സ്പ്രേ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ കുറച്ച് കല്ലുപ്പ് എടുക്കുക. കല്ലുപ്പിലേക്ക് ഇതേപോലെ ഷാമ്പു കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ബാത്റൂമിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല ഒരു എയർ ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റുന്നതിനും പോസിറ്റിവിറ്റിയൊക്കെ കൊണ്ടുവരാനും ഇത് നല്ലതാണ്. അപ്പോൾ ഇതേപോലെയുള്ള ചില്ലിൻ്റെ പാത്രത്തിൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്പോഞ്ചിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ലിക്വിഡ് ഇതേപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഉണക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സ്മെല്ല് മാറ്റാനായിട്ട് ഈ സ്പോഞ്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ലായിരിക്കും. ഒട്ടും തന്നെ ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നെക്സ്റ്റ് ടൈം ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.